അപ്പൊ നമ്മൾ പൊട്ടൻഷ്യൽ എനർജിനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാ? പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ഡിപ്പെൻസ് ഓൺ എന്താ പറഞ്ഞ? മാസ്. അതുപോലെ പൊട്ടൻഷ്യൽ എനർജി ഡിപ്പെൻസ് ഓൺ എന്താ പറഞ്ഞ? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. പൊട്ടൻഷ്യൽ എനർജി ഡിപ്പെൻസ് ഓൺ എന്താ പറഞ്ഞ? ഹൈറ്റ്. കണ്ടോ? ഇത് മൂന്നും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞ പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് ക്ലബ് ചെയ്യും. എങ്ങനെ ക്ലബ് ചെയ്യും? പൊട്ടൻഷ്യൽ എനർജി പ്രൊപ്പോർഷണൽ ടു എം ജി എച്ച്. അപ്പം എം റൈസ് ടു എ, ജി റൈസ് ടു ബി, എച്ച് റൈസ് ടു സി, ഇങ്ങനെയായിരിക്കും നമ്മൾ അത് എഴുതുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ. കണ്ടോ? അപ്പൊ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു വരും. അപ്പൊ എന്ത് വരും? എം റൈസ് ടു എ, ജി റൈസ് ടു ബി, എച്ച് റൈസ് ടു സി എന്ന് പറഞ്ഞു വരും. കാര്യം നമ്മുടെ ഇവിടുത്തെ കോൺസ്റ്റന്റ് കെ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഇനി ബാക്കി എന്താ ചെയ്യണ്ടേ? സബ്സ്റ്റിറ്റ്യൂട്ട് ഡയമെൻഷൻസ്. നമ്മൾ ഡയമെൻഷൻസ് എല്ലാത്തിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? പൊട്ടൻഷ്യൽ എനർജിയുടെ ഡയമെൻഷൻ എന്താ? എം എൽ ടി റൈസ് ടു -2. ഉണ്ടോ? പൊട്ടൻഷ്യൽ എനർജി അല്ലേ? അപ്പൊ അതിന്റെ ഡയമെൻഷൻ എന്താണ്? എം എൽ ടി റൈസ് ടു -2. ഇനി മാസിന്റെ ഡയമെൻഷൻ എന്താ? എം റൈസ് ടു എന്താ? എ. ഇനി അടുത്ത ആരാ? ആക്സലറേഷൻ അല്ലേ? ആക്സലറേഷന്റെ ഡയമെൻഷൻ എന്താ? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണെങ്കിൽ അത് ആക്സലറേഷൻ തന്നെയാണ്. അപ്പൊ എൽ ടി റൈസ് ടു -2 ആണ്. റൈസ് ടു എന്താ? ബി. ഇനി ഡിസ്പ്ലേസ്മെന്റ് ആണ് എച്ച്, ദൂരമാണ്. അതിന്റെ ഡയമെൻഷൻ എന്താണ്? എൽ റൈസ് ടു എന്താ? സി. എന്നിട്ട് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യണം. അപ്പൊ ഞാനിവിടെ എഴുതാം എം റൈസ് ടു 1, എൽ റൈസ് ടു 1, ടി റൈസ് ടു -2 അല്ല ഇസ് ഈക്വൽ ടു എം റൈസ് ടു എ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ 1 ആണ്, എൽ റൈസ് ടു 1 ആണ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? എൽ റൈസ് ടു ബി. ഉണ്ടോ? അടുത്ത എന്ത് വരും? ടി റൈസ് ടു -2b എന്ന് പറഞ്ഞു വരും. ഉണ്ടോ? ഇനി അടുത്ത എന്താ ഉള്ളത്? എൽ റൈസ് ടു സി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇവിടെ എം റൈസ് ടു എ, എൽ റൈസ് ടു ബിയും എൽ റൈസ് ടു സിയും ഉണ്ട്. അപ്പൊ എന്ത് വരും? എൽ റൈസ് ടു ബി പ്ലസ് സി. ഇനി ടി റൈസ് ടു എന്ത് വരും? -2b വരും. ഇപ്പുറത്ത് എം റൈസ് ടു 1, എൽ റൈസ് ടു 1, ടി റൈസ് ടു -2 അല്ലെ? എനർജി അല്ലേ? പൊട്ടൻഷ്യൽ എനർജി അല്ലേ? അപ്പൊ എനിക്കൊരു മിസ്റ്റേക്ക് വരുന്നുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാല് പൊട്ടൻഷ്യൽ എനർജി, എനർജി എന്ന് പറയുന്നതിന്റെ ഡയമെൻഷൻ എന്താണ്? എന്താണ് എനർജിയുടെ ഡയമെൻഷൻ? എം എൽ സ്ക്വയർ. ഇവിടെ എൽ സ്ക്വയർ വരും, ഇവിടെ സ്ക്വയർ വരും. പൊട്ടൻഷ്യൽ എനർജികളെല്ലാം എപ്പോഴും സ്ക്വയർ വരും. എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 ആണ്. അപ്പൊ ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക വെച്ചാല് ഇക്വേറ്റിംഗ് പവേഴ്സ്. ഉണ്ടോ? ഇക്വേറ്റിംഗ് പവേഴ്സ് ഓഫ് എം ഇൻ എൽ എച്ച് എസ് ആൻഡ് ആർ എച്ച് എസ്. എൽ എച്ച് എസിലും ആർ എച്ച് എസിലും ഉള്ള ആറുടെ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം, എമ്മിന്റെ പവർ ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ എമ്മിന്റെ പവർ എത്ര? 1. ഇവിടെ എമ്മിന്റെ പവർ എത്ര? എ. അപ്പൊ എയുടെ വാല്യൂ എത്ര കിട്ടി? 1. ഇനി അതുപോലെ തന്നെ നമുക്കിനി അടുത്ത ഒറ്റയ്ക്കുള്ള ടേം എടുക്കാം. ബി ആണ് ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുന്നത്, ഇവിടെ -2. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത എന്തായിട്ട് എഴുതാം? ഇക്വേറ്റിംഗ് പവേഴ്സ് ഓഫ് ടി. കണ്ടോ? അപ്പൊ ഇവിടുത്തെ ടിയുടെ പവർ എത്രയാ? -2. ഇപ്പുറത്തെ ടിയുടെ പവർ എത്രയാ? -2b. ഉണ്ടോ? -2 എന്ത് കിട്ടും? ക്യാൻസൽ ആവും. അപ്പൊ ബിയുടെ വാല്യൂ എത്ര കിട്ടും? 1 കിട്ടും. കണ്ടോ? ഇനി നമുക്ക് അടുത്ത എന്ത് ചെയ്യാം? ഇക്വേറ്റിംഗ് പവേഴ്സ് ഓഫ് എൽ. എല്ലിന്റെ പവർ ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ എല്ലിന്റെ പവർ എത്രയാ? 2. ഇവിടെ എല്ലിന്റെ പവർ എത്രയാ? ബി പ്ലസ് സി. അപ്പൊ ബി ഇപ്പൊ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, 1 ആണ്, പ്ലസ് സി ആണ്. അപ്പൊ സിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 - 1. 2 - 1 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അപ്പൊ കിട്ടിയില്ലേ? എല്ലാവരുടെയും വാല്യൂ കിട്ടിയില്ലേ? എയുടെ വാല്യൂ കിട്ടി, ബിയുടെ വാല്യൂ കിട്ടി, സിയുടെ വാല്യൂ കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 1. ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാൻ നേരത്തെ എന്ത് കിട്ടും? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എം റൈസ് ടു 1, ജി റൈസ് ടു 1, എച്ച് റൈസ് ടു 1. ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലോട്ട് കടക്കാം കേട്ടോ. അപ്പം അർച്ചന, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തിനെ പറ്റിയാന്ന് അറിയോ? ഇപ്പൊ നമ്മള് വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മൾ ആപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഏതാണ്? ടു ഡിറൈവ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെയും ഇതിന് ആപ്ലിക്കേഷൻസ് ഉണ്ട്. എന്താ പറഞ്ഞതെന്ന് വെച്ചാല്
നമ്മുടെ ഈ ഡയമെൻഷൻസിന് ധാരാളം ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഞാനിവിടെ ഇപ്പൊ പറയാൻ പോവാണ്. അതാണ് കൺവേർട്ട് അല്ലെങ്കിൽ കൺവേർഷൻ ഓഫ് യൂണിറ്റ് എന്ന് പറയും. കൺവേർഷൻ ഓഫ് യൂണിറ്റ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു യൂണിറ്റിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വേറൊരു യൂണിറ്റിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാം. നമുക്ക് ഒരു യൂണിറ്റിനെ വേറൊരു യൂണിറ്റിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ ചെയ്ത് കാണിച്ചു തരാം. പക്ഷെ ഞാൻ നിങ്ങൾക്ക് അതൊരു ഫോർമുലയുടെ രൂപത്തിലാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത്. ലേറ്റർ ഓൺ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്ത് നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ കാര്യങ്ങൾ ഐഡിയ മനസ്സിലാവും. പക്ഷെ ഞാൻ ഇപ്പം ഇനിഷ്യലി ഞാൻ നിങ്ങൾക്ക് ഒരു ഫോർമുലയുടെ രൂപത്തിലാണ് തരുന്നത്. എന്ന് വെച്ചാല് ഞാനിപ്പോ രണ്ട് ക്വാണ്ടിറ്റീസിനെ ഇക്വേറ്റ് ചെയ്യാൻ പോകും. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം 10 ഗ്രാം നമുക്ക് 10 ഗ്രാം എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് വേറൊരു യൂണിറ്റിലോട്ട് പോവാം. 1 കിലോഗ്രാം, കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. 1 കിലോഗ്രാം എന്ന് പറയുന്നത് എന്താണ്, 1000 ഗ്രാം ആണ്. ഓക്കെ, 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ആണ്. ഇത് കിലോഗ്രാം ആണ്, അതിന്റെ യൂണിറ്റ് മാസ് ആണ്, സോറി അതിന്റെ ഡയമെൻഷൻ എം ആണ്. അതുപോലെ തന്നെ 1000 ഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡയമെൻഷനും എന്താണ്, സെയിം ആണ്. അപ്പൊ നമുക്ക് ഡയമെൻഷൻസ് സെയിം ആയിട്ടുള്ള ക്വാണ്ടിറ്റികൾ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ന്യൂമറിക്കൽസ് മാറുമെന്നേ ഉള്ളൂ. ഓക്കെ, ഡയമെൻഷൻസ് സെയിം ആയിട്ടുള്ള ക്വാണ്ടിറ്റികൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും, ഇപ്പുറത്തെ യൂണിറ്റുകൾ മാറുമെന്നേ ഉള്ളൂ. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ എഴുതാൻ പോവാണേ, n1 പിന്നെ ഡയമെൻഷൻ എഴുതാൻ പോവാണേ, m1 റൈസ് ടു a. ഓക്കെ, എം കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മൾ എന്താ എഴുതുന്നത്, ഞാനിപ്പോ ഇവിടെ ഈ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്നില്ല. m1 റൈസ് ടു a, L1 റൈസ് ടു b, T1 റൈസ് ടു c. ഉണ്ടോ? ഇനി അപ്പുറത്തെ ഡയമെൻഷൻ സെയിം തന്നെ ആയിരിക്കുമല്ലോ, എന്ന് വെച്ചാൽ പവേഴ്സ് സെയിം തന്നെ ആയിരിക്കും. അപ്പൊ ഞാൻ ഇപ്പുറത്ത് എഴുതാൻ നേരത്ത് n2 ഇവിടെ നമ്മൾ എഴുതാൻ നേരത്ത് സെയിം തന്നെ എഴുതും. m1 റൈസ് ടു, m1 എന്ന് പറയുന്നത് നമുക്ക് m2 ഇട്ടാലും കുഴപ്പമില്ല. m2 റൈസ് ടു, രണ്ടും രണ്ടായിട്ട് തിരിച്ചറിയാൻ വേണ്ടിയാണ്. m2 റൈസ് ടു a, പക്ഷെ പവേഴ്സ് സെയിം ആയിരിക്കണം രണ്ടിന്റെ. m2 റൈസ് ടു a, L2 റൈസ് ടു b, T2 റൈസ് ടു c. നിങ്ങൾക്ക് എന്താണെന്നുള്ള കുറച്ചുകൂടെ കഴിയുമ്പോൾ ഐഡിയ മനസ്സിലാവും എന്താണ്. അപ്പൊ ഞാൻ ഇതിനകത്ത് നിന്ന് ഒരു കാര്യം ചെയ്യാൻ പോവാം. ഞാൻ n2 എഴുതാൻ പോവാം, n2. അപ്പൊ ഇതിനകത്ത് n2 എന്ന് പറയുന്നത് എന്ത് വരും നോക്കാം. n2 is equal to n1 into m1 ആണെങ്കിലും m2 ആണെങ്കിലും പവർ സെയിം തന്നെയാണ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും, m1 by m2 റൈസ് ടു a. ഇനി അടുത്തത് L1 by L2 റൈസ് ടു b, T1 by T2 റൈസ് ടു c. ഓക്കെ, അപ്പോ ഇതൊരു ഫോർമുലയാണ്. ശരിക്കും നിങ്ങൾ ഈ ഫോർമുല ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുന്നത് നല്ലതാണ്. കാര്യം നമുക്ക് നമ്മുടെ പ്രോബ്ലംസിലൊക്കെ നമുക്ക് ഈ ഫോർമുല വളരെ അത്യാവശ്യമാണ്. ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ ഫോർമുല കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പിടികിട്ടും. ശരി, നോക്കൂ, എല്ലാവരും ശ്രദ്ധിച്ചോളേ. നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണ്, കൺവേർട്ട് 1 ന്യൂട്ടൺ ടു ഡൈൻ. കൺവേർട്ട് 1 ന്യൂട്ടൺ ടു ഡൈൻ. ഒരു ന്യൂട്ടണെ എന്താക്കി മാറ്റാനാ പറഞ്ഞേക്കുന്നത്, ഡൈൻ ആക്കി മാറ്റാനാ പറഞ്ഞേക്കുന്നത്. ഡൈൻ. ഓർക്കുക, ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഒരു SI യൂണിറ്റ് ആണല്ലോ, അല്ലെ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഒരു SI യൂണിറ്റ് ആണ്. ഈ ഡൈൻ എന്ന് പറയുന്നത് ഇതൊരു CGS യൂണിറ്റ് ആണ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അറിയാതെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തില്ല. ഈ ന്യൂട്ടനെ പോലെ തന്നെ CGS യൂണിറ്റിൽ ഫോഴ്സിന്റെ ഇരട്ട പേരാണ് എന്തെന്ന് പറയുന്നത്, ഡൈൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാലോ, ഫോഴ്സിന്റെ യൂണിറ്റ് അറിയാലോ. ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നിടത്ത് കിലോഗ്രാം, അല്ലെ? കിലോഗ്രാം, മീറ്റർ, സെക്കൻഡ് റൈസ് ടു -2. ഇതിനെ പൊതുവെ വിളിക്കുന്ന പേരാണ് ന്യൂട്ടൺ, അല്ലെ? കിലോഗ്രാം, മീറ്റർ, സെക്കൻഡ് റൈസ് ടു -2 വിളിക്കുന്ന പേരാണ് ന്യൂട്ടൺ. CGS യൂണിറ്റ് എന്ന് പറയുന്നിടത്ത് കിലോഗ്രാമിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കും ഇവിടെ, ഗ്രാം, സെന്റിമീറ്റർ, സെക്കൻഡ് റൈസ് ടു -2. ഇതിനെ
വിളിക്കുന്ന പേര്, ഇതിനെ നമ്മുടെ CGS യൂണിറ്റിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ഡൈൻ. കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കണം. ന്യൂട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കണം SI യൂണിറ്റ് ഫോഴ്സിന്റെ SI യൂണിറ്റ് ആണെന്നും, ഡൈൻ എന്ന് പറഞ്ഞാൽ CGS യൂണിറ്റ് ആണ് ഫോഴ്സിന്റെ. കേട്ടോ, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അറിയാതെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. എന്റെ ഓർമ്മയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു 3-4 വർഷത്തിനിടയിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും ചോദിച്ചിട്ടുണ്ട്. കേട്ടോ, ഇംപ്രൂവ്മെന്റ് എക്സാമുകൾക്ക് അടക്കം. വെരി ഇമ്പോർട്ടന്റ്. ആകപ്പാട് ഇവർ 2 ക്വസ്റ്റിനെ ചോദിക്കാറുള്ളൂ ഇതിനകത്ത്. ഇവരുടെ റെഗുലർ ക്വസ്റ്റ്യൻസ് അത് 2 മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് ചോദിച്ചിട്ടില്ല. ഇപ്രാവശ്യം നമുക്ക് അത് തന്നെ പ്രതീക്ഷിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: കൺവേർട്ട് 1 ന്യൂട്ടൺ ടു ഡൈൻ. 1 ന്യൂട്ടൺ എത്ര ഡൈൻ ആണ്? ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, 1 മീറ്റർ എത്ര സെന്റിമീറ്റർ ആണെന്ന് അറിയാലോ, 100 സെന്റിമീറ്റർ. അതുപോലെ 1 ന്യൂട്ടൺ എത്ര ഡൈൻ ആണ്? ഇതാണ് അവരുടെ ചോദ്യം. അപ്പൊ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാല് നിങ്ങൾ ഈ ഫോർമുലയിലോട്ട് പോകണം. ആ ഫോർമുലയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ന്യൂട്ടൺ ഈസ് ദ SI യൂണിറ്റ്. ന്യൂട്ടൺ ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഫോഴ്സ്. ഫോഴ്സിന്റെ SI യൂണിറ്റ് ആണ് എന്ത്? ന്യൂട്ടൺ. അത് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി ഫോഴ്സിന്റെ ഡയമെൻഷൻ അതറിയാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് എന്താണ്? ഫോഴ്സിന്റെ ഡയമെൻഷൻ mL/(T⁻²). ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് mL/(T⁻²) ആണ്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ആദ്യം തന്നെ എഴുതി വെച്ചേക്കണം. ന്യൂട്ടൺ ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഫോഴ്സ്, ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? mL/(T⁻²) ആണ്. ഓക്കെ, ഇനി ഫോർമുലയിലോട്ട് പോവാം. 1 ന്യൂട്ടൺ അല്ലേ നിങ്ങൾക്ക് ഡൈനായിട്ട് എഴുതുന്നത്. അപ്പൊ ഈ N2 എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ എന്തിട്ട് കൊടുക്കണം? 1 ന്യൂട്ടൺ. കണ്ടോ, ആദ്യം തന്നെ ഇവിടെ എഴുതി കൊടുക്കണം. 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു N1. N1 എന്ന് പറയുന്നത് എന്താ നോക്കാം. പ്രത്യേകിച്ച് അവർ ഡൈൻ അവരൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. അവർ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എപ്പോഴും N1 എന്തായിട്ട് ഇട്ട് കൊടുക്കുക? 1 തന്നെ ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇനിയാണ് പരിപാടി. നോക്ക്, M1 താഴെ M2. കണ്ടോ, റൈസ് ടു A. A എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സിന്റെ എമ്മിന്റെ മുകളിലുള്ള പവർ ആണ് A. ഈ ഫോഴ്സിന്റെ എമ്മിന്റെ മുകളിലുള്ള പവർ എത്രയാ? 1. അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്ക്. കണ്ടോ, ഇനി അടുത്ത ഏതാ? L1/L2 റൈസ് ടു എല്ലിന്റെ മുകളിലുള്ള പവർ എത്രയാ? 1. അത് ഇവിടെ 1 ഇട്ട് കൊടുക്കുക. അടുത്ത് ടൈമിൻ്റെത് മുകളിലുള്ള പവർ എത്രയാ? -2 അല്ലേ. അപ്പൊ T1/T2 റൈസ് ടു എത്രയാ? -2. കണ്ടോ, ഇത്ര ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് മുകളിൽ മൊത്തം SI ഇട്ട് കൊടുക്കണം. നമ്മുടെ SI യൂണിറ്റുകൾ ഇട്ട് കൊടുക്കണം. താഴെ മൊത്തം നിങ്ങൾ എന്തിട്ട് കൊടുക്കണം? CGS യൂണിറ്റ് ഇട്ട് കൊടുക്കണം. നോക്ക്, മാസിന്റെ SI യൂണിറ്റ് എന്താ മക്കളെ പറ? മാസിന്റെ SI യൂണിറ്റ് എന്താ? കിലോഗ്രാം. അപ്പൊ 1 കിലോ. താഴെ മാസിന്റെ CGS യൂണിറ്റ് എന്താ? 1 ഗ്രാം. എന്താ? റൈസ് ടു 1. ഇനി ലെങ്തിന്റെ SI യൂണിറ്റ് എന്താ? മീറ്റർ. താഴെ CGS യൂണിറ്റ് എന്താ? സെന്റിമീറ്റർ. റൈസ് ടു 1 ആണേ. ഇനി ടൈമിന്റെ മുകളിൽ എന്ത് വരും? 1 സെക്കൻഡ്. താഴെ എന്താ? 1 സെക്കൻഡ്. റൈസ് ടു എത്രയാ? -2. ഓക്കെ, ഇനി നിങ്ങൾ നോക്കി പറ. നിങ്ങൾ ഈ 2 എണ്ണം ഒരേ യൂണിറ്റിലോട്ട് കൊണ്ടുവരണം. കഴിയുന്നത് നിങ്ങൾ CGS യൂണിറ്റിലോട്ട് കൊണ്ടുപോവുക. CGS യൂണിറ്റിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്ത് വരും? 1 കിലോ എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാ? 1 കിലോ എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാ? 1000 ഗ്രാം. 10⁻³ ഗ്രാം ബൈ 1 ഗ്രാം. റൈസ് ടു 1 ആണേ. ഇനി 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്ററാ? 10⁻² സെന്റിമീറ്റർ ഡിവൈഡ് ബൈ 1 സെന്റിമീറ്റർ. റൈസ് ടു 1 ആണേ. ഇനി ഇത് നമ്മൾ ചേഞ്ച് ചെയ്യാനൊന്നുമില്ല, 2 ഒരേ യൂണിറ്റ് തന്നെ നിൽക്കും. എന്താ? ഇനി ഗ്രാമും ക്യാൻസൽ ചെയ്ത് കളയണം. സെന്റിമീറ്റർ ക്യാൻസൽ ചെയ്യണം. സെക്കൻഡ് ക്യാൻസൽ ചെയ്യണം. സെയിം ആയിട്ടുള്ള എല്ലാം ക്യാൻസൽ ചെയ്ത് കളഞ്ഞൂടെ? പിന്നെ മിച്ചം വരുന്നത് എന്താന്ന് നോക്കാം. 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 10⁻³ ഇൻറ്റു 10⁻². കേട്ടോ, 10⁻³ ഇൻറ്റു 10⁻² ഇൻറ്റു 1 എന്ത് വന്നു കഴിഞ്ഞാൽ ആൻസർ എന്ത് തരാം? 1 തന്നെ. 10⁻³ ഇൻറ്റു 10⁻² ഇൻറ്റു 1 ആൻസർ എത്രയാ? 10⁻5. ഇത് നിങ്ങളുടെ CGS യൂണിറ്റ് ആയിരിക്കും. 10⁻5 എന്താണ്? ഡൈൻ. അപ്പൊ 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്ര ഡൈനാ? 10⁻5 ഡൈൻ ആണ്. ഈ ക്വസ്റ്റ്യനുകൾക്ക് പൊതുവിൽ അവർ തരുന്നത് 4 മാർക്കാണ്. 4 മാർക്കോ 3 മാർക്കിനോ ഒക്കെയാണ് അവർ ഈ ചോദ്യം ചോദിക്കുന്നത്. കേട്ടോ, ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒന്നുമില്ല, നിങ്ങളൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ എന്താണെന്ന് പിടി കിട്ടും. അപ്പൊ അവർ ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും: കൺവേർട്ട് 1 ന്യൂട്ടൺ ടു ഡൈൻ, അല്ലെങ്കിൽ 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു ഡാഷ് ഡൈൻസ് എന്നായിരിക്കും തരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം? ന്യൂട്ടൺ ഈസ് SI യൂണിറ്റ് ഓഫ് ഫോഴ്സ്, ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? mL/(T⁻²). എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഞാൻ ഈ തന്ന ഫോർമുല അങ്ങോട്ട് ഇറക്കി എഴുതിയേക്കണം. N2 ഈസ് ഈക്വൽ ടു N1 ഇൻറ്റു M1/M2 റൈസ് ടു A, L1/L2 റൈസ് ടു B, T1/T2 റൈസ് ടു C.
ഉണ്ടോ? അതിനുശേഷം മുകളിലെല്ലാം SI ഇട്ട് കൊടുക്കണം. SI എന്ന് പറഞ്ഞാൽ മാസിന്റെ യൂണിറ്റ് SI, ലെങ്തിന്റെ SI, ടൈമിന്റെ SI, താഴത്തെ എല്ലാം CGS, മാസിന്റെ CGS ഗ്രാം, ലെങ്തിന്റെ സെന്റിമീറ്റർ, ടൈമിന്റെ സെക്കൻഡ്. ഇനി എന്ത് ചെയ്യണം? കിലോഗ്രാമിനെ ഗ്രാം ആക്കി മാറ്റുക, മീറ്ററിനെ സെന്റിമീറ്റർ ആക്കുക, സെക്കൻഡ് ഒന്നും മാറ്റാനില്ല, പിന്നെ എല്ലാം ക്യാൻസൽ ആയി പോകും. അങ്ങനെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസർ എത്രയിലോട്ട് എത്തും? 10⁵ ഡൈൻസ് എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? ഐഡിയ, കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഈ പ്രോബ്ലം എന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന്? ഓക്കെ, ഐഡിയ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇതൊന്ന് എഴുതിയെടുക്കുക. ഒന്ന് എഴുതിയെടുക്കുക. അപ്പൊ എവിടെ നിന്ന് എവിടം വരെ എഴുതി? ഇങ്ങോട്ട് ഇവിടെ നിന്ന് എഴുതി തുടങ്ങിക്കോ. നിങ്ങൾ കൺവേർഷൻ ഓഫ് യൂണിറ്റ് എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുക്കാം. എന്നിട്ട് ദേ ഈ ഇതങ്ങോട്ട് എഴുതി വെക്ക്. N1 into M1⁴A, L1⁴B, T1⁴C is equal to N2 into M2⁴A, L2⁴B, T2⁴C. ഇതങ്ങോട്ട് എഴുതിയെടുക്കുക. പിന്നെ ഇത് ബോക്സ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതി തുടങ്ങാം. കേട്ടോ, ക്വസ്റ്റ്യൻ എഴുതി തുടങ്ങാം. ഇവിടെ എനിക്ക് ആരെങ്കിലും ഒരാളൊന്ന്, ഇവിടെ ആരെങ്കിലും ജോഷ്ന കേൾക്കാൻ പറ്റുന്നുണ്ടോ? ജോഷ്ന ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായോ? പറഞ്ഞതെല്ലാം ഓക്കെ. അപ്പൊ ഇതൊന്ന് എഴുതിയെടുക്കേ. കൺവേർഷൻ ഓഫ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത്ര എഴുതിയെടുക്കേ. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ മോളൊന്ന് തന്നെ ഇത് പറയണേ. എന്ന് വെച്ചാല് വേറെ ഒന്നുമല്ല, മോക്ക് അറിയാമെങ്കിൽ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. അറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഞാൻ ചോദിക്കുന്നതേ ഉള്ളൂ. മോളൊന്ന് പറയണേ. അപ്പൊ എന്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്: കൺവേർട്ട് 1 ജൂൾ ടു ഡാഷ് എർഗ്. ഓക്കെ, അപ്പം ജൂളിനെ എന്താക്കി മാറ്റാനാ ചോദ്യം? എർഗ്. ഇതും നിങ്ങളുടെ എക്സാം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒത്തിരി പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം. ജൂളിനെ എർഗാക്കി മാറ്റാനൊക്കെ ഇവർ ചോദിക്കും. അപ്പൊ ഇത് എങ്ങനെയാന്ന് വെച്ചാല് ആദ്യം എന്ത് ചെയ്യണം നമ്മള്? ജൂൾ ഇസ് ദ യൂണിറ്റ് ഓഫ് വർക്ക് എന്നുള്ളതല്ല നമ്മൾ പൊതുവെ പറയുന്നത്, എനർജി എന്നാണ്. എനർജി. ജൂൾ എന്ന് പറയുന്നിടത്ത് എന്തിന്റെ യൂണിറ്റാ? എനർജി. അപ്പം ഡയമെൻഷൻ ഓഫ് എനർജി പറഞ്ഞു. ഡയമെൻഷൻ ഓഫ് എനർജി mL²T⁻². ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുല അപ്ലൈ. N2 is equal to N1 into T1. അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു. N2ന്റെ അവിടെ എന്തിട്ട് കൊടുക്കാം? 1J. വെരി ഗുഡ്. ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു മുകളിൽ മാസ് അല്ലേ? മാസിന്റെ അവിടെ നമ്മൾ എന്തിട്ട് കൊടുക്കും? കിലോഗ്രാം. താഴെ എന്താ? ഗ്രാം. റേസ് ടു A അല്ലേ? എയുടെ വാല്യൂ എത്ര? 1. കാര്യം എമ്മിന്റെ മുകളിലുള്ള പവറാണ് എയുടെ വാല്യൂ 1. ഇനി എല്ലിന്റെ വാല്യൂ. ഇനി നമ്മളെല്ലാം CGS എല്ലാ CGS ആക്കി മാറ്റണ്ടേ? ഇനി ഗ്രാം കട്ടായി പോലോ, സെന്റിമീറ്റർ. അപ്പൊ ആൻസർ 1 ജൂൾ ഇസ് ഈക്വൽ ടു 10⁻³ ഇൻറ്റു ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2 into 2 വരും, 10⁻⁴ വരും. 1⁻² എന്ന് പറഞ്ഞാൽ 1 തന്നെ അല്ലേ? അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. കൺവേർട്ട് 1 യൂണിറ്റ് ടു അനദർ. അത് നമ്മുടെ രണ്ടാമത്തെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ നമ്മുടെ എക്സാംസിനൊക്കെ ചോദിക്കുന്നത്. അപ്പം നമ്മുടെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്ഷനിലോട്ട് കയറുവാണ്. ഇത് അത്യാവശ്യം നല്ലൊരു സെക്ഷനാണ്. നല്ല ഗുഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെ അകത്തൊക്കെ ചോദിക്കാറ് എപ്പോഴും. അപ്പൊ നമുക്ക് ആ ഒരു സെക്ഷനിലോട്ട് കയറാം. ടു ചെക്ക് കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ, നമ്മുടെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ആണ്. ടു ചെക്ക് കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ. ഞാൻ 1-2 ഇക്വേഷൻസ് എഴുതി കാണിച്ചു തരാം. ഏട്ടാ, അത് എങ്ങനെയാണ് കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. നമ്മൾ റൂൾസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളിത് എഴുതുമ്പോൾ ഇതെല്ലാം വേണം, എന്നാലേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് അവർ തരത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം മാർക്ക് കുറച്ച് തരത്തുള്ളൂ. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 1 എഴുതാൻ പോകുന്ന ഇതാണ്. V is equal to U plus AT. ഓക്കെ, ഇതിനകത്ത് എല്ലാവരും തരും കേട്ടോ. V എന്താണ്? ഫൈനൽ വെലോസിറ്റി. ഇനി U എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി. A എന്താണ്? ആക്സിലറേഷൻ. T എന്താണ്? ടൈം. അപ്പൊ ഇതെല്ലാം അവർ തരും. ഫൈനൽ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി, ആക്സിലറേഷൻ, ടൈം. അപ്പൊ ഈ ഇക്വേഷൻ ശരിയാണോ ചെക്ക് ചെയ്യാനാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ആദ്യം നിങ്ങൾ ഡയമെൻഷൻ ഓഫ് LHS എടുക്കണം. LHSന്റെ ഡയമെൻഷൻ എടുക്കണം. LHSൽ ആരോ ഉള്ള വെലോസിറ്റി. ഡയമെൻഷൻ ഓഫ് LHS അത് വെലോസിറ്റി ആണ്. വെലോസിറ്റി ഡയമെൻഷൻ എന്താണ്? LT⁻⁻1. അത് കിട്ടി. സിമിലർലി ഡയമെൻഷൻ ഓഫ് RHSന്റെ 2 ഭാഗമുണ്ട്. അപ്പൊ അതിന്റെ ഫസ്റ്റ് പാർട്ട് എടുക്കുക. ഫസ്റ്റ് പാർട്ട് ആരാ? U. അതിന്റെ ഡയമെൻഷൻ എന്താ? LT⁻⁻1. ഇനി അതുപോലെ തന്നെ ഡയമെൻഷൻ ഓഫ് സെക്കൻഡ് പാർട്ട് RHS സെക്കൻഡ്, അതാരാ? A into T ആണ്. അപ്പൊ A എന്ന് പറഞ്ഞ ആക്സലറേഷൻ ആണ്. ആക്സലറേഷന്റെ ഡയമെൻഷൻ എന്താ? LT⁻².
ഇൻറ്റു ടൈമിന്റെ ഡയമെൻഷൻ ടി ഉണ്ടോ? അപ്പൊ ഇത് മൾട്ടിപ്ലൈ ആയാലോ, ടി റേസ് ടു മൈനസ് ടു ഇൻറ്റു ടി റേസ് ടു വൺ, ടി റേസ് ടു മൈനസ് ടു ഇൻറ്റു ടി റേസ് ടു വൺ, എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ, എം പ്ലസ് എൻ, മൈനസ് 2 ഒന്നും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? മൈനസ് 2 ഒന്നും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? -1. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റുമെന്ന് വെച്ചാല് എൽ എച്ച് എസിലെ ഡയമെൻഷനും ആർ എച്ച് എസിലെ ഓരോ ടേമിന്റെ ഡയമെൻഷനും സെയിം ആണ്. എൽ എച്ച് എസിലെ ഡയമെൻഷനും ആർ എച്ച് എസിലെ ഓരോ ടേമിന്റെ ഡയമെൻഷനും സെയിം ആണ്. അപ്പൊ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഡയമെൻഷൻ ഓഫ് എൽ എച്ച് എസ് is equal to dimension of each term in RHS. ഇത് എഴുതുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു വാക്ക് എഴുതണം, അക്കോർഡിംഗ് ടു. അതില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് തരത്തില്ല കേട്ടോ അവര്. അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. കേട്ടാ, ഈ വാചകം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് തരത്തേ ഇല്ല കേട്ടോ അവര്. അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി, ഡയമെൻഷൻ ഓഫ് എൽ എച്ച് എസ് is equal to dimension of each term in RHS. ഇങ്ങനെ എഴുതണം. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ എഴുതണം, hence the equation is dimensionally correct എന്ന് എഴുതണം. ഇതാണ് ഇതിന്റെ കറക്റ്റ് രീതി എന്ന് പറയുന്നത്. എങ്ങനെ എഴുതുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ആദ്യം ഇക്വേഷന്റെ എൽ എച്ച് എസ് എടുക്കണം, ഡയമെൻഷൻ സെയിം ആണ്. ആർ എച്ച് എസിൽ 2 ടേംസ് ഉണ്ട്, ആ ഓരോ ടേമിന്റെ ഡയമെൻഷൻസ് എടുക്കുക. ആർ എച്ച് എസിലെ ഫസ്റ്റ് ടേമിന്റെ ഡയമെൻഷൻ എടുത്തു, സെക്കൻഡ് ടേമിന്റെ ഡയമെൻഷൻ എടുത്തു. അപ്പം ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം എൽ എച്ച് എസിലെ ഡയമെൻഷനും ആർ എച്ച് എസിലെ ഓരോ ടേമിന്റെ ഡയമെൻഷനും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും ഈ ഇക്വേഷൻ ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അത് എന്തുകൊണ്ടാണ് ശരിയാണെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറയാൻ കാര്യം എന്ന് പറയാം. ഇപ്പൊ ഇക്വേഷൻ ഇങ്ങനെ ആയിരുന്നു ഇരിക്കുക, v = u plus half at. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ വെലോസിറ്റിയുടെ ഇക്വേഷൻ. അതായത് ഈ ഇക്വേഷൻ v = u plus at അല്ലേ? v = u plus half at ആണോ? അല്ല, ഇത് റോങ് ആണ് ഇക്വേഷൻ അല്ലെ? ഈ ഇക്വേഷൻ തെറ്റാണ്. പക്ഷെ ഡയമെൻഷൻ എടുക്കുവാണെങ്കിൽ ഹാഫിന് ഡയമെൻഷൻ ഇല്ല. നിങ്ങൾ ഈ ഇക്വേഷൻ തന്നെ എടുക്കുക, ഈ ഇക്വേഷൻ തന്നെ എടുക്കുക. എന്നിട്ട് നിങ്ങൾ എൽ എച്ച് എസിലും ആർ എച്ച് എസിലും ഡയമെൻഷൻ എടുത്ത് നോക്കി, സംഭവം ശരിയായിട്ട് കിട്ടും. കാര്യം ഹാഫ് എന്ന് പറയുന്നത് ഒരു നമ്പറാണ്, നമ്പറുകൾക്ക് ഡയമെൻഷൻ ഇല്ല. അപ്പം നിങ്ങൾക്ക് അത് ഇക്വേഷൻ ശരിയാണെന്ന് പറഞ്ഞ അവസാനം എഴുതാൻ പറ്റുമോ? ഒരിക്കലും എഴുതാൻ പറ്റത്തില്ല. ഈ ഇക്വേഷൻ പൊട്ടത്തെറ്റാണ്. ഇക്വേഷൻ നമുക്ക് എന്താണെന്ന് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ, ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ എപ്പോഴും ഒരു ഇക്വേഷൻ എന്താണെന്ന് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ, ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് പറഞ്ഞ ഇക്വേഷൻ ശരിയാണോന്നില്ല. അപ്പൊ ഞാനതൊരു നോട്ടായിട്ട് എഴുതാം. if an equation is dimensionally correct, ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെങ്കിൽ, if an equation is dimensionally correct, it may or may not be wrong. കണ്ടോ, ഒരു ഇക്വേഷൻ ശരിയാണ്, ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആയാൽ ആ ഇക്വേഷൻ ശരിയാകാം, അല്ലെങ്കിൽ ആ ഇക്വേഷൻ എന്താകാം? റോങ് ആകാം. പക്ഷേ ഒരു കാര്യം നമുക്ക് തറപ്പിച്ച് പറയാം, എന്താണെന്നറിയോ? ഇഫ് ആൻ ഇക്വേഷൻ ഇസ് ഡയമെൻഷനലി റോങ്, ഒരു ഇക്വേഷൻ ഡയമെൻഷനലി റോങ് ആണെങ്കിൽ, ഇഫ് ആൻ ഇക്വേഷൻ ഇസ് ഡയമെൻഷനലി റോങ്, ഇറ്റ് ഈസ് റോങ് ഇക്വേഷൻ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ റോങ് ഇക്വേഷൻ. അത് എന്ത് ഇക്വേഷൻ ആണ്? ഒരു റോങ് ഇക്വേഷൻ ആണ്. ഐഡിയ പിടി കിട്ടിയോ? ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെങ്കിൽ ആ ഇക്വേഷൻ എന്താകാം? ശരിയാകാം, ശരിയാകാതിരിക്കാം. പക്ഷെ ഒരു ഇക്വേഷൻ ഡയമെൻഷനലി റോങ് ആണെങ്കിൽ ആ ഇക്വേഷൻ അബ്സല്യൂട്ട്ലി എന്തായിരിക്കും? റോങ് ആയിരിക്കും. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് നോട്ടാണ് കേട്ടോ, നിങ്ങൾ ഓർത്തിരുന്നോളാം. നിങ്ങളോട് എക്സാമിന് ചിലപ്പോൾ അവർ ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ചോദിക്കുമ്പോൾ ഓർത്തോളാം. ഒരു ഇക്വേഷൻ ഡയമെൻഷനലി ശരിയാണെന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻ ശരിയാണോന്നില്ല. പക്ഷെ ഒരു ഇക്വേഷൻ ഡയമെൻഷനലി തെറ്റാണെങ്കിൽ ആ ഇക്വേഷൻ പൊട്ടത്തെറ്റാണ്. ഒരു ഇക്വേഷൻ ഡയമെൻഷനലി തെറ്റാണെങ്കിൽ ആ ഇക്വേഷൻ ഉറപ്പായിട്ടും തെറ്റാണ്. പക്ഷെ ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെങ്കിൽ ആ ഇക്വേഷൻ ശരിയാകാം, ശരിയാകാതിരിക്കാം. ഓക്കെ, ജോഷ്ന മനസ്സിലായോ ഞാൻ പറഞ്ഞത് എന്താന്ന്? മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു സ്റ്റെപ്പ് ഇങ്ങനെയാണ് കേട്ടോ, ഇതിന്റെ സ്റ്റെപ്സ് എഴുതുന്നത് ഇങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് എഴുതിയെടുത്തോ. തേർഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതാം, ടു ചെക്ക് കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ. എന്നിട്ട് ഈ ഇക്വേഷൻ എഴുതാം, സൈഡിൽ ഇതൊക്കെ എഴുതാം, ബാക്കി എഴുതി കൊണ്ടുവരും.
നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഏതെങ്കിലും ഒരു ഇക്വേഷൻ നമുക്ക് എടുക്കാം. ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഓക്കെ, ഇതിനകത്ത് വി യു എല്ലാം നേരത്തെ പറഞ്ഞാണല്ലോ എല്ലാം. എസ് മാത്രമേ പുതുതായിട്ടുള്ളൂ. എസ് ഡിസ്പ്ലേസ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്യേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ആദ്യം നിങ്ങൾ എന്തെടുക്കണം? ഡയമെൻഷൻ ഓഫ് എന്തെടുക്കണം? എൽ എച്ച് എസ് എടുക്കണം. അപ്പൊ എൽ എച്ച് എസ് എന്ന് പറഞ്ഞ നേരത്ത് ആരാ? യു ആണ്. യുവിന്റെ ഡയമെൻഷൻ എന്താ? എൽ ടി റേസ് ടു -1. ഇനി അതുപോലെ തന്നെ ഡയമെൻഷൻ ഓഫ് ആർ എച്ച് എസ് എടുക്കണം. അപ്പൊ ആർ എച്ച് എസ് എടുക്കുമ്പോൾ രണ്ട് ടേംസ് ഉണ്ട്. ഫസ്റ്റ് ടേം എന്ത് വരും? എൽ ടി റേസ് ടു -1. അതുപോലെ തന്നെ ഡയമെൻഷൻ ഓഫ് ആർ എച്ച് എസ് 2. രണ്ടാമത്തെ ടേം 2 എന്ന് പറയുന്ന ഒരു നമ്പർ ആണ്, അതിന് ഡയമെൻഷൻ ഒന്നും ഇല്ല. അപ്പൊ എ ഇൻറ്റു എസ് മാത്രമേ ഉള്ളൂ. അപ്പൊ എ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ആണ്. അപ്പൊ ആക്സലറേഷൻ ഡയമെൻഷൻ എന്താ? എൽ ടി റേസ് ടു -2 അല്ലെ? ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അത് എൽ ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡയമെൻഷൻ ഓഫ് എൽ എച്ച് എസ് എന്ന് പറയുന്നത് എൽ ടി റേസ് ടു -1 അല്ല കേട്ടോ. എൽ എച്ച് എസിലെ ഡയമെൻഷൻ എൽ ടി റേസ് ടു -1 അല്ല. ഞാൻ ഇവിടെ ഒരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. അതെ, എൽ എച്ച് എസിലെ ഡയമെൻഷൻ എന്ന് പറയുന്നിടത്ത് വെലോസിറ്റിയുടെ ഡയമെൻഷൻ എൽ ടി റേസ് ടു -1 ആണ്. പക്ഷെ അത് സ്ക്വയറിലാണ് നിൽക്കുന്നത്. സ്ക്വയർ നിൽക്കാൻ നേരത്തെ എന്ത് വരും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ നേരത്തെ ഈ 1 2 ആയിട്ട് മൾട്ടിപ്ലൈഡ് ആവും. അപ്പൊ എന്ത് വരും? എൽ സ്ക്വയർ ടി റേസ് ടു -2 എന്ന് പറഞ്ഞു വരും. അതുപോലെ തന്നെയാണ് ഡയമെൻഷൻ ഓഫ് ആർ എച്ച് എസും. കാര്യം ആർ എച്ച് എസിലും വെലോസിറ്റിയുടെ ഡയമെൻഷൻ എൽ ടി റേസ് ടു -1 ആണ്. പക്ഷെ അത് സ്ക്വയറിലാണ് നിൽക്കുന്നത്. സ്ക്വയറിൽ നിൽക്കാൻ നേരത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ നേരത്ത് എന്ത് വരും? എൽ സ്ക്വയർ ടി റേസ് ടു എന്ത് വരും? -2 എന്ന് പറഞ്ഞു വരും. അപ്പൊ എൽ എച്ച് എസിലെ ഡയമെൻഷൻ ഇപ്പൊ ആർ എച്ച് എസിലെ ഫസ്റ്റ് ടേമിന്റെ ഡയമെൻഷൻ സെയിം ആണ്. ഇനി ആർ എച്ച് എസിലെ സെക്കൻഡ് ടേം ആണ് നമ്മളിപ്പോ എടുക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് 2 എന്ന് പറയുന്ന നമ്പർ, അതിന് ഡയമെൻഷൻ ഇല്ല. ആക്സലറേഷൻ ഡയമെൻഷൻ എൽ ടി റേസ് ടു -2, ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയമെൻഷൻ എൽ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എൽ സ്ക്വയർ ടി റേസ് ടു -2. എൽ സ്ക്വയർ ടി റേസ് ടു -2. ഓക്കെ, അപ്പോ നോക്ക്, ഇവിടെ നമുക്ക് എന്ത് പറയാം? ഡയമെൻഷൻ ഓഫ്, ഞാൻ ഡയമെൻഷൻ ഇങ്ങനെ എഴുതുന്നില്ല, നിങ്ങൾ എഴുതുമ്പോൾ ഫുൾ ആയിട്ട് എഴുതണേ. ഡയമെൻഷൻ ഓഫ് എൽ എച്ച് എസ്. ഇത് എഴുതുന്നതിന് മുമ്പ് എഴുതേണ്ട വാക്ക് എന്താണ്? അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. അത് എഴുതിയില്ലെങ്കിൽ മാർക്ക് കിട്ടത്തില്ല കേട്ടോ. അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി, ഡയമെൻഷൻ ഓഫ് എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഈച്ച് ടേം ഇൻ ആർ എച്ച് എസ്. ഓക്കെ, എങ്ങനെ എഴുതുന്നത്? അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി, ഡയമെൻഷൻ ഓഫ് എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു എന്താണ്? ഡയമെൻഷൻ ഓഫ് ഈച്ച് ടേം ഇൻ ആർ എച്ച് എസ്. ഓക്കെ, കോമ ഇക്വേഷൻ ഈസ് എന്താണ്? ഡയമെൻഷനലി, ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി എന്താണ്? കറക്റ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. എന്ന് ജോഷ്ന പിടികിട്ടിയോ? ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് എഴുതി കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഓക്കെ. അപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ ടൈപ്പ് ഒക്കെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ചോദിക്കുന്ന ഇതൊക്കെ കുറച്ച് പഴയ ക്വസ്റ്റ്യൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും അധികം കാണാറില്ല നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും. നിങ്ങൾ നോക്കുവാണെങ്കിൽ തന്നെ ഒരു 2000 ഒരു 17 തുടങ്ങി ഇങ്ങോട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വളരെ റെയർ ആണ്. പക്ഷെ ഇതിന് പകരം അവർ ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് അതൊന്ന് പഠിക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്. ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ എഴുതാം. A force F now is given by a force F is given by a force F is given by F is equal to AT plus BT square. ഓക്കെ, അപ്പൊ ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് നമുക്ക് ഈ ഇക്വേഷൻ പ്രകാരമാണ് തന്നേക്കുന്നത്. എന്താണ്? F is equal to എന്താ? AT plus BT square. കോമ ടി എന്ന് പറയുന്നത് എന്താണ്? ടി ഈസ് ദ ടൈം. അപ്പൊ നമുക്ക് വേണ്ട എന്താന്ന് വെച്ചാല് ഡയമെൻഷൻസ് ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും ഡയമെൻഷൻസ് വേണം. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് ഈ ഇക്വേഷൻ പ്രകാരമാണ് എഴുതിയേക്കുന്നത്. F is equal to AT plus BT square. ടി എന്ന് പറയുന്നത് ടൈം ആണ്.
അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും ഡയമെൻഷൻ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ തരുമ്പോൾ ഓർക്കുക, ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് തരുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ എപ്പോഴും ഓർക്കുക, ഇക്വേഷൻ ഇസ് ഡയമെൻഷനലി കറക്റ്റ് എന്ന് പറഞ്ഞാണ് അവർ തരുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ എഴുതണം, അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി, അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി dimension of LHS is equal to dimension of each term in RHS. ഓക്കെ, LHS ഡയമെൻഷനും RHS ഓരോ ടേമിന്റെ ഡയമെൻഷനും എന്താണ്, സെയിം ആണ്. അതായത് LHS ഡയമെൻഷനും RHS ഓരോ ടേമും നമുക്ക് ഇക്വേറ്റ് ചെയ്യാന്നല്ല അതിനർത്ഥം. LHS ഡയമെൻഷനും RHS ഓരോ ടേമിന്റെ ഡയമെൻഷനും ഈക്വൽ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ LHS ഡയമെൻഷനും RHS ഓരോ ടേമിന്റെ ഡയമെൻഷനും നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യം എന്താ എഴുതാൻ പോയി, എഫ് ഇസ് ഈക്വൽ ടു 80. കാര്യം എന്താ, എഫിന്റെ ഡയമെൻഷൻ തന്നെ ആയിരിക്കും എന്തെന്ന് പറയുന്നത് 80യുടെ ഡയമെൻഷൻ. അപ്പൊ ഫോഴ്സിന്റെ ഡയമെൻഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ, എന്ത് വരും, mL/2 ആണോ, ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ടി എന്ന് പറഞ്ഞ ടൈം ആണ്, അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം എന്താണ് ടി അല്ലെ. ഇനി നിങ്ങൾ എ കണ്ടുപിടിച്ചെടുക്കും. അപ്പം എ എന്ന് പറയുന്നിടത്ത് എന്ത് വരും, mL/2 ഡിവൈഡഡ് ബൈ ടി. കണ്ടോ, ഈ ടി നിങ്ങൾ ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുപോകാം. അപ്പൊ എന്ത് വരും, mL/2 ഈ ടി മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും, T⁻⁻1. ഉണ്ടോ. അപ്പൊ ഇത് രണ്ടും കൂടെ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ആയല്ലോ, T⁻2 ഇൻറ്റു T⁻1. T⁻2 ഇൻറ്റു T⁻1 എന്താ, mL/3. ഉണ്ടോ. ഇതാണ് ഏതിന്റെ ഡയമെൻഷൻ, എയുടെ ഡയമെൻഷൻ. കിട്ടിയല്ലോ, കിട്ടിയില്ലേ, ഈസി അല്ലേ. സെയിം തന്നെ നമുക്ക് അടുത്തതിൽ അപ്ലൈ. എന്താണ്, F is equal to BT². അപ്പൊ F എന്ന് പറഞ്ഞ ഫോഴ്സ് ആണ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താണ്, mL/2. ഫോഴ്സിന്റെ ഡയമെൻഷൻ ആണ് mL/2. B ഇൻറ്റു ടൈമിന്റെ ഡയമെൻഷൻ എന്താ, T. അപ്പൊ ടൈം സ്ക്വയർ. അപ്പോ രണ്ടുപേരുടെ ഡയമെൻഷൻ സെയിം ആണല്ലോ. അപ്പൊ നമ്മൾ ഈ ഇതിനെ താഴ്ത്തിട്ടുണ്ട്. അപ്പൊ എന്ത് വരും, mL/2 ഡിവൈഡഡ് ബൈ T². അപ്പൊ ഇതിനെ മണ്ടയ്ക്കോട്ട് കൊണ്ടുപോയാൽ എന്ത് വരും, ഇതിനെ മുകളിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്ത് വരും, mL ഈ T² മുകളിലോട്ട് കൊണ്ടുപോകണേ T⁻2 എന്ന് പറഞ്ഞു വരും കേട്ടോ. T² മുകളിലോട്ട് കൊണ്ടുപോകണേ -2 എന്ന് പറഞ്ഞു വരും, T⁻2 ഉണ്ടോ. അപ്പൊ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ആയാലോ, ഈ T⁻2 ഈ T² മുകളിലോട്ട് കൊണ്ടുപോയാൽ T⁻2 വരും. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ആണെങ്കിൽ എന്ത് കിട്ടും, mL/T⁻4 ഉണ്ടോ. അപ്പൊ ബിയുടെ ഡയമെൻഷൻ കിട്ടിയല്ലോ. കുറച്ചുകൂടെ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ധാരാളം ക്വസ്റ്റ്യൻസ് ഇപ്പൊ ചോദിച്ച് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണേ. ഇക്വേഷൻ ഇതാണ്, x is equal to a sin ബ്രാക്കറ്റില് ω t മൈനസ് kx. നിങ്ങൾ ഈ ഇക്വേഷൻ കണ്ടിട്ടുണ്ടെന്ന് പേടിക്കണ്ട, x is equal to a sin ω t മൈനസ് kx. അപ്പൊ ഇതിനകത്ത് അവർ തന്നേക്കുന്നതാണ് x ഡിസ്പ്ലേസ്മെന്റ് ആണ്, അതുപോലെ തന്നെ എയും ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇനി ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റി ആണ്. ഓക്കെ, ഒമേഗ ആംഗുലർ വെലോസിറ്റി ആണ്. പിന്നെ വേറെ നമുക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഇതാണ് ഡയമെൻഷൻ ഓഫ് കെ. ഇത് നിങ്ങളുടെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. ഓസിലേഷൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ ഇക്വേഷൻ ആണ് കേട്ടോ. അപ്പം നിങ്ങൾ അവിടെ ഈ ഇക്വേഷൻ പഠിക്കും. എനിവേ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കും. ഈ സൈൻ എന്ന് പറയുന്നതിന് സത്യത്തിൽ അതൊരു ഇപ്പൊ സൈൻ തീറ്റ, ഇത് ആംഗിളാ. ആംഗിളിന്റെ പ്രത്യേകത എന്താ, ഞാൻ ഇവിടെ ആയിട്ട് എഴുതാം. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആംഗിളാ. ആംഗിളിന് എന്തില്ല, ഡയമെൻഷൻ ഇല്ല, നോ ഡയമെൻഷൻ.
അതിന് ഡയമെൻഷൻ ഒന്നും ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം ഈ സൈനിന്റെ അകത്തുള്ളതിന് എന്തില്ലെന്നാ? ഡയമെൻഷൻ ഇല്ലെന്നല്ലേ അർത്ഥം. സൈനിന്റെ അകത്തുള്ള ക്വാണ്ടിറ്റീസിനൊന്നും ഡയമെൻഷൻ ഇല്ല. അപ്പൊ അകത്തുള്ള ക്വാണ്ടിറ്റീസിനൊന്നും ഡയമെൻഷൻ ഇല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതിക്കൂടെ, ഒമേഗ ടി മൈനസ് കെ എക്സ്. ഇതിന് ഡയമെൻഷൻ ഇല്ല. ശരിക്കും ഡയമെൻഷൻ ഇല്ലെങ്കിൽ നമ്മൾ അതിനെ എഴുതുന്നത് എങ്ങനെയാ? എം റൈസ് ടു സീറോ, എൽ റൈസ് ടു സീറോ, ടി റൈസ് ടു സീറോ. ഡയമെൻഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത്. അപ്പം നിങ്ങൾക്കറിയാലോ, ആംഗിളിൽ നിന്നല്ലേ ആംഗിൾ കുറയ്ക്കത്തുള്ളൂ. ഈ ഒമേഗ ടി എന്ന് പറയുന്ന ഒരു ആംഗിൾ ആയിരിക്കും. ആംഗിളിൽ നിന്ന് ആംഗിൾ കുറച്ചാലേ മൊത്തത്തിൽ സൈൻ ആംഗിൾ എന്ന് പറഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പൊ ഇത് രണ്ടും ആംഗിൾസ് ആ ശരിക്കും. അപ്പൊ ആംഗിൾസ് ആകുമ്പോൾ വീണ്ടും എന്താണ്, ഇതിന് ഡയമെൻഷൻസ് ഇല്ല. അപ്പം ഞാൻ ഇക്വേറ്റ് ചെയ്യാം. ഈ കെ ഇൻറ്റു എക്സ് കണ്ടോ, അതിന് എനിക്ക് ഡയമെൻഷൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്തൂടെ? ഡയമെൻഷൻ ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ എം റൈസ് സീറോ 1 ആണ്, എൽ റൈസ് സീറോയും 1 ആണ്, ജി റൈസ് സീറോ 1 ആണ്. അതെല്ലാം 1 ആണ് മൊത്തത്തിൽ. അപ്പം കെ എക്സ് ഇസിക്കൽ ടു 1 എന്ന് പറഞ്ഞ് എനിക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പം കെ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1/x എന്ന് പറഞ്ഞു വരത്തില്ലേ? എക്സ് എന്ന് പറഞ്ഞാൽ ദൂരമാണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതിന്റെ ഡയമെൻഷൻ എൽ ആണ്. സോ 1/L, എൽ മുകളിലോട്ട് കൊണ്ടുവയ്ക്കേ, എൽ റൈസ് ടു മൈനസ് 1. അപ്പൊ കെയുടെ ഡയമെൻഷൻ എന്താ? എൽ റൈസ് ടു മൈനസ് 1 ആണ് കേട്ടോ. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് റയർ ആണ്, പക്ഷെ ചോദിച്ചിട്ടുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി മൈനസ് കെ എക്സ്, ഇതാണ് ചോദ്യം. അതിനകത്ത് അവർ കുറച്ച് ഡാറ്റാസ് തന്നിട്ടുണ്ട്. ഈ ആംഗുലർ വെലോസിറ്റി എന്ന് നിങ്ങൾ കണ്ടു പേടിക്കണ്ട. ഇത് കണ്ടുപിടിച്ചെടുക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, വി ഇസിക്കൽ ടു ആർ ഒമേഗ. കണ്ടോ, ഇതാണ് ആംഗുലർ വെലോസിറ്റി കേട്ടോ, ഒമേഗ. ഇത് വെലോസിറ്റി, ഇത് റേഡിയസ്. അപ്പം ആരെങ്കിലും ഒമേഗ ചോദിക്കുവാണെങ്കിൽ വെലോസിറ്റി ബൈ റേഡിയസ് എന്ന് ഓർത്താൽ മതി കേട്ടോ. വെലോസിറ്റിയുടെ ഡയമെൻഷൻ അറിയാലോ, എൽ ടി റൈസ് ടു മൈനസ് 1, റേഡിയസ് എൽ ആണ്. ഇത് കട്ടായി പോകും. അങ്ങനെ ടി റൈസ് ടു മൈനസ് 1 ആയിരിക്കും ഒമേഗയുടെ ഡയമെൻഷൻ കേട്ടോ. അപ്പൊ എനിവേ നമുക്ക് ഇതിവിടെ ആവശ്യമില്ല. അത് ഈ ഫോർമുല അറിയാമെങ്കിൽ ഒമേഗയുടെ ഡയമെൻഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ സൈനിന്റെ അകത്ത് ഒരു ആംഗിൾ ആണ്. ആംഗിളിൽ നിന്ന് ആംഗിൾ കുറയ്ക്കുമ്പോഴാണ് ആംഗിൾ കിട്ടുന്നത് അല്ലെ? അപ്പൊ അകത്ത് ആംഗിൾസ് ആണ്. അപ്പൊ ആംഗിൾസ് ആകുമ്പോൾ ആംഗിൾസിന് ഡയമെൻഷൻ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ എം റൈസ് സീറോ, എൽ റൈസ് സീറോ, ടി റൈസ് സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്തത്. അപ്പം ഈ കെ എക്സ് എന്ന് പറയുന്ന ഒരു ആംഗിൾ ആണല്ലോ. അപ്പം ഡയമെൻഷൻ ഇല്ല. അപ്പൊ 1 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. കാര്യം സീറോ റൈസ് ടു സീറോ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ കെ എക്സ് ഇസിക്കൽ ടു 1. അപ്പൊ കെ എന്ന് പറയുന്നിടത്ത് എന്ത് വരും? 1/x. എക്സ് എന്ന് പറഞ്ഞാൽ നീളം. നീളത്തിന്റെ ഡയമെൻഷൻ എന്താ? എൽ. എൽ മുകളിലോട്ട് കൊണ്ടുപോകണേ എന്ത് കിട്ടും? എൽ റൈസ് ടു മൈനസ് 1 കണ്ടോ. അപ്പൊ നമ്മൾ എന്തിന്റെ ഡയമെൻഷൻ എടുത്തു? കെയുടെ ഡയമെൻഷൻ എടുത്തു. ശ്രീലക്ഷ്മിക്കൊക്കെ പിടികിട്ടിയോ എഴുതിയ എന്താന്ന്? മനസ്സിലായി. ഓക്കെ, ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളത് എങ്ങനെയാന്ന് വെച്ചാൽ അത് പഠിച്ചു വെക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. റയർ ആയിട്ട് ചോദിച്ചിട്ടുള്ളൂ, പക്ഷെ ചോദിച്ചാൽ എല്ലാവർക്കും ഭയങ്കര പ്രശ്നമുള്ള ഒരു ചോദ്യമാണ് ഇതെല്ലാം. ഇതിന്റെ ട്രിക്ക് ഇതാണ്. അപ്പൊ നിങ്ങൾ ഒന്ന് എഴുതിയെടുക്കുക. ഇത് എഴുതുന്നതിന് മുമ്പായിട്ട് അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി എന്ന് പറഞ്ഞ് എഴുതണം കേട്ടോ. അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി, ഡയമെൻഷൻ ഓഫ് എൽ എച്ച് എസ് is equal to dimension of RHS. അത് എഴുതിയിട്ട് വേണം തുടങ്ങാൻ കേട്ടോ. അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി, ഡയമെൻഷൻ ഓഫ് LHS is equal to dimension of RHS. പിന്നെ ഇത് ഇങ്ങോട്ട് എഴുതിയെടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതിയാൽ മതി. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സൈഡിലായിട്ട് എഴുതിയിടുക. ലാസ്റ്റ് ഈ ഒരു സെക്ഷൻ, അതായത് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ഇനി ഒരു സെക്ഷനും കൂടെ ഉള്ളു, എറേഴ്സ് എന്ന് പറയാം. എറേഴ്സ് അല്ല, പിന്നെ നമുക്ക് മെഷർമെന്റ്സ് ഉണ്ട്. മെഷർമെന്റ്സും എറേഴ്സും 2 സെക്ഷൻസും കൂടെ ഉള്ളൂ. ആപ്ലിക്കേഷൻസ് ഇതോടെ കഴിയുകയാണേ. ഇപ്പം നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Pressure is equal to A minus T square by Bx. ഓക്കെ, ഇതിൻ്റെ അകത്ത് പി എന്ന് പറഞ്ഞാൽ പ്രഷർ, ടി എന്ന് പറഞ്ഞാൽ ടൈം. ഓക്കെ, ഇവിടെ ഒരു എക്സ് ഉണ്ട് അല്ലേ. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് മെഷേർഡ്, x is measured in meter. ഓക്കെ, അപ്പം പി എന്ന് പറഞ്ഞ പ്രഷർ ആണ്, ടി എന്ന് പറഞ്ഞ ടൈം ആണ്, എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് അളക്കുന്നത്? മീറ്ററിലാണ് അളക്കുന്നത്. ഓക്കെ, അപ്പോൾ ചോദ്യം ഇതാണ്, ഡയമെൻഷൻ ഓഫ് എ ആൻഡ് ബി. ഡയമെൻഷൻ ഓഫ് എ ആൻഡ് ബി, എയുടെയും ബിയുടെയും ഡയമെൻഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആർക്കെങ്കിലും പറയാവോ എയുടെ ഡയമെൻഷൻ എന്തായിരിക്കും? ഒറ്റയടിക്ക് പറയാവോ? ഒന്നും ചെയ്യാതെ, പേനയൊന്നും എടുക്കാതെ പറയാൻ പറ്റുമോ എന്തായിരിക്കും എയുടെ ഡയമെൻഷൻ? നോക്കൂ മക്കളെ, ഈ നമ്മൾ എയിൽ നിന്ന് ടി സ്ക്വയർ കുറയ്ക്കുകയാണ്. ഇത് ടൈം സ്ക്വയർ ആണ്. ടൈം സ്ക്വയറിൽ നിന്ന് ടൈം സ്ക്വയർ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ, ടൈമിൽ നിന്ന് ടൈം കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. ഈ മുകളിലത്തെ രണ്ടുപേർക്കും ഒരു ഡയമെൻഷൻ ആയിരിക്കണം, സെയിം ഡയമെൻഷൻ ആണെങ്കിൽ മാത്രമേ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പഠിപ്പിച്ചതല്ലേ. അപ്പൊ ഓർക്കുക,
ഡയമെൻഷൻ അക്കോർഡിംഗ് ടു ആദ്യം തന്നെ നിങ്ങൾ എഴുതണം. അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഡയമെൻഷൻ ഓഫ് എൽ എച്ച് എസ് ഈസ് ഈക്വൽ ടു എന്താ ഡയമെൻഷൻ ഓഫ് ആർ എച്ച് എസ്. ഇവിടെ രണ്ട് ടേംസ് ഒന്നും ഇല്ല, അതുകൊണ്ടാണ് ഡയമെൻഷൻ ഓഫ് എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഈച്ച് ടേം ഇൻ ആർ എച്ച് എസ് എഴുതാത്തത്. അതുകൊണ്ടാണ്. നോക്കിയേ, എയുടെ ഡയമെൻഷൻ എന്തായിരിക്കും? ഡയമെൻഷൻ ഓഫ് എ എന്തായിരിക്കും? ടി സ്ക്വയർ ആയിരിക്കും. കാര്യം എന്താ, ഈ സ്മോൾ ലെറ്റർ ടി ടൈം ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ ക്യാപിറ്റൽ ലെറ്റർ എ എന്തായിരിക്കണം? അതും ടൈം തന്നെ ആയിരിക്കണം, ടൈം സ്ക്വയർ ആയിരിക്കണം. അപ്പൊ എയുടെ ഡയമെൻഷൻ കിട്ടി. ഇനിയുള്ളത് താഴെയുള്ളതാ. താഴെ ആരാ ഉള്ളത്? ബി എക്സ്. ബി എക്സിന്റെ ഡയമെൻഷൻ കണ്ടുപിടിച്ചെടുക്കണം. ഓക്കെ, അതിനാണ് നമുക്ക് ഇച്ചിരി പണിയുള്ളത്. പണിയൊന്നുമില്ല, വലിയ പണിയൊന്നുമില്ല, നമുക്കത് ചെയ്തെടുക്കാം. ഓക്കെ, എങ്ങനെയാ നോക്കും മക്കളെ? പ്രഷറാണ്. പ്രഷറിന്റെ ഫോർമുല എന്താ? ഞാൻ ഇവിടെ ഒരു ഇച്ചിരി സ്ഥലം എടുത്ത് പ്രഷറിന്റെ ഫോർമുല എഴുതുവാണേ. പ്രഷറിന്റെ ഫോർമുല എന്താ? ഫോഴ്സ് ബൈ ഏരിയ. ബൈ ഹാർട്ട് ചെയ്യണമെന്ന് സാർ പറഞ്ഞിട്ടില്ലേ? ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ? എം എൽ ടി റേസ് ടു -2 ഉണ്ടോ? ഏരിയയുടെ ഡയമെൻഷൻ എന്താ? എൽ സ്ക്വയർ. ഈ എല്ലും താഴത്തെ എല്ലും ക്യാൻസൽ ആയി പോകും. അപ്പൊ എന്ത് വരും? എം എൽ റേസ് ടു -1 ടി റേസ് ടു -2. എം എൽ റേസ് ടു -1 ടി റേസ് ടു -2. അപ്പൊ ആരുടെ ഡയമെൻഷൻ കിട്ടി? പ്രഷറിന്റെ ഡയമെൻഷൻ കിട്ടിയേ. അപ്പൊ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. എം എൽ റേസ് ടു -1 ടി റേസ് ടു -2 കിട്ടിയല്ലോ. പ്രഷറിന്റെ ഡയമെൻഷൻ കിട്ടിയല്ലോ. ഇനി ഇപ്പുറത്ത് എ മൈനസ് ടി സ്ക്വയർ. എന്തായാലും നിങ്ങൾ ഒരു കാര്യം ഓർത്താൽ മതി, അവിടെ ടൈമിൽ നിന്ന് ടൈം കുറയ്ക്കുവാണ്. അപ്പൊ ഉറപ്പായിട്ടും അവിടുത്തെ ഡയമെൻഷൻ എന്താ? ടൈം സ്ക്വയർ. മുകളിലത്തെ ഡയമെൻഷൻ ടൈം സ്ക്വയർ ആയിരിക്കും. താഴെയുള്ളത് ബി ഇൻറ്റു എക്സ്. ബി അറിയത്തില്ല, എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്, അതിന്റെ ഡയമെൻഷൻ എൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ ബി മാത്രം കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ബിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകും. ബി ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ ബൈ, ഇവിടെ താഴെ എൽ ഉണ്ട്, എൽ ഇൻറ്റു എം ഇൻറ്റു എൽ റേസ് ടു -1 ടി റേസ് ടു -2. അല്ല, ഇത് മൊത്തം ഞാൻ താഴത്തോട്ട് കൊണ്ടുവന്നു. എം എൽ റേസ് ടു -1 ടി റേസ് ടു -2 മൊത്തം താഴത്തോട്ട് കൊണ്ടുവന്നു. ബി മാത്രം ന്യൂമറേറ്ററിലോട്ട് എത്തിച്ചു. ഇനി ഇത് ജസ്റ്റ് ഇത് നോക്കി, ഇത് രണ്ട് ക്യാൻസൽ ആയി പോകത്തില്ലേ? ഈ എല്ലും ഇത് രണ്ട് ക്യാൻസൽ ആയി പോകത്തില്ലേ? ഇതിന്റെ മുകളിൽ മണ്ടയ്ക്ക് 1 അല്ലേ? ഇത് ക്യാൻസൽ ആയി പോകും. ഇനി എമ്മിനെ മുകളിലോട്ട് കൊണ്ടുപോകാം. അപ്പൊ എന്ത് വരും? എം റേസ് ടു -1. എമ്മിനെ മുകളിലോട്ട് കൊണ്ടുപോകണം, എം റേസ് ടു -1. ഇനി ടി റേസ് ടു -2നെ മുകളിലോട്ട് കൊണ്ടുപോയാൽ എന്ത് വരും? ടി റേസ് ടു 2. ഇത് മുകളിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ടി റേസ് ടു 2 ആവും. അപ്പൊ ടി റേസ് ടു ഇൻറ്റു ടി റേസ് ടു എത്ര കിട്ടും? ടി റേസ് ടു 4 അല്ലെ? എൽ ഇല്ലല്ലോ, അപ്പൊ എൽ റേസ്. ഒന്ന് മ്യൂട്ട് ചെയ്യണേ, നിങ്ങളത് മ്യൂട്ട് ചെയ്യണേ. നിങ്ങൾ എല്ലാവരും ഇതുപോലെ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് വേറെ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുവായിരിക്കും അല്ലെ? ഓക്കെ, അങ്ങനെ ചെയ്യല്ലേ കേട്ടോ. നിങ്ങൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ക്ലാസ്സിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അപ്പൊ എം മുകളിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? എം റേസ് ടു -1. ഇനി എൽ ഇല്ലല്ലോ, അപ്പൊ എൽ റേസ് ടു 0. ടി റേസ് ടു -2 മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ ടി റേസ് ടു 2. അപ്പൊ ടി റേസ് ടു ഇൻറ്റു ടി റേസ് ടു എന്താ? ടി റേസ് ടു 4. അപ്പം ബിയുടെ ഡയമെൻഷൻ കിട്ടിയല്ലോ. എത്രയാ? എം റേസ് ടു -1 എൽ റേസ് ടു 0 ടി റേസ് ടു 4. അപ്പൊ ഇതാണ് എന്തിന്റെ ഡയമെൻഷൻ? ബിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഐഡിയ കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് എയുടെ ഡയമെൻഷൻ കിട്ടി, ബിയുടെ ഡയമെൻഷൻ കിട്ടി. ഓക്കെ, പിന്നെ പ്രണവേ കിട്ടിയോടാ? എഴുതി മനസ്സിലായോ? കിട്ടി. അപ്പം നമ്മൾ എന്താ ചെയ്തത്? ആദ്യം പ്രഷറിന്റെ ഡയമെൻഷൻ ഇട്ട് കൊടുത്തു. ഇനി അപ്പുറത്ത് എ മൈനസ് ടി സ്ക്വയർ. അപ്പൊ ടൈം സ്ക്വയറിൽ നിന്നാണ് ടൈം സ്ക്വയർ കുറയ്ക്കുന്നത്. അപ്പൊ ടൈം സ്ക്വയർ ആയിട്ട് ടി സ്ക്വയർ. താഴെ ബി ബി ആയിട്ട് തന്നെ ഇട്ടു, ഡിസ്പ്ലേസ്മെന്റ് എല്ലായിട്ട് കിട്ടും ഉണ്ടോ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ബിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി ബാക്കിയുള്ളതിനെല്ലാം ഇപ്പുറത്ത് കൊണ്ടുവന്നു സിംപ്ലിഫൈ ചെയ്തെടുത്തു. അപ്പൊ ബിയുടെ ഡയമെൻഷൻ കിട്ടി. അപ്പൊ എയുടെ ഡയമെൻഷൻ കിട്ടി, ബിയുടെ ഡയമെൻഷൻ കിട്ടി.